കൂട്ടുകാരെ, ഷാൻഡീസ് ഗാർഡനിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പെസഹാപ്പമാണ്. അതായത് ഇന്ന് ദുഃഖവേഴമാണ്. അപ്പം ഞാൻ എൻ്റെ ചെറുതിലേ മുതൽ ഉണ്ടാക്കുന്ന പെസഹാപ്പം എല്ലാ വർഷവും ഉണ്ടാക്കുന്നതാണ്. അത് ഞാൻ നിങ്ങളെ കൂടി കാണിക്കണം. നേരത്തെ പെസഹാപ്പം ഉണ്ടാക്കി ഒരു വീഡിയോ ഇടുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മനസ്സിന് ഒതുക്കല്ല. ഞങ്ങൾ വർഷത്തിലൊരിക്കൽ മാത്രമാണ് പെസഹാപ്പം. കാരണം ആ ഒരു ഡിഷ് മാത്രം ഒരിക്കലും പിന്നീട് ഉണ്ടാക്കത്തില്ല. അത് അത്രയും ഭക്തിയോടെ പെസഹാപ്പം ഞാൻ കുഞ്ഞിൽ തുടങ്ങി ജനിച്ചപ്പോൾ തുടങ്ങി കാണുന്ന രാവിലെ കുളിച്ച് പ്രാർത്ഥിച്ച് പെസഹാപ്പം അരി വെള്ളത്തിലിട്ട് പൊടിച്ച് ഉഴുന്ന വെള്ളത്തിലിട്ട് തേങ്ങ ഒക്കെ കൂടി അരച്ച് പെസഹാപ്പം ഉണ്ടാക്കി വെച്ചിട്ട് പള്ളിയിൽ പോയി വരും. പള്ളിയിൽ പോയി വന്നിട്ടാണ് ഞങ്ങൾ അത് മുറിക്കുന്നത്. അത് അടപ്പയിൽ വയ്ക്കുന്നത് വലിയ കാരണന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരായിരിക്കും ചെമ്പെടുത്ത് വയ്ക്കുന്നത്. ആചാരങ്ങളൊന്നുമില്ല എങ്കിൽ തന്നെ ഞാനിപ്പോഴും ചെയ്യുന്നത് രാവിലെ പൊടിച്ചിട്ട് പെസഹായ്ക്കുള്ള അരിയൊക്കെ പൊടിച്ചു. പച്ചപ്പൊടിയാണ് കേട്ടോ പെസഹാപ്പത്തിന് നമ്മൾ എടുക്കുന്നത്. വറുത്ത പൊടിയൊന്നുമല്ല, പച്ചപ്പൊടിയാണ്. പിന്നെ അതിനകത്ത് ഉഴുന്ന് പിന്നെ കുതിർത്തിയിട്ട് 1 കപ്പ് ഉഴുന്ന്, ഇത്രയും തേങ്ങ, ഇത്രയും കൊച്ചുള്ളി, ഇത്രയും വലിയ ജീരകം, ഇതെല്ലാം കൂടി അരച്ചിട്ടും പുളിപ്പില്ലാത്ത അപ്പം എന്നാണ് പറയണത് പെസഹാപ്പം. അപ്പം അരച്ച അപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കും. അപ്പം ഇത് ഇത്രയും കാണിച്ചത് നിങ്ങൾക്ക് ഇത് 1 കിലോ മാവുണ്ട്. അപ്പം ഒരു 300 ഗ്രാം ഉഴുന്നുണ്ട്, 1 മുറി തേങ്ങയും കുറച്ചുള്ളിയും കുറച്ച് വലിയ ജീരകമാണ് ഉള്ളത്. ഇതരച്ച് ഇയാളെ ഞാൻ കൊണ്ടുവരും. അപ്പം തന്നെ നമ്മളത് കലക്കി ഉപ്പൊന്നും നോക്കത്തില്ല. ഉപ്പൊക്കെ ഇടും, പക്ഷെ എന്നാലും ഉപ്പൊന്നും നോക്കാണ്ടാണ് നമ്മൾ അടപ്പത്ത് നോക്കണം. അങ്ങനെയാണ് നമ്മൾ കുഞ്ഞിലോടങ്ങി കണ്ട് ശീലിച്ച് അത്രയും ഭക്തിയോടെ വേണം ഇത് ചെയ്യാൻ. അപ്പം എൻ്റെ പിള്ളേർക്കൊക്കെ ഈ പെസഹാപ്പം ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, മമ്മി ഇതൊന്നും ഉണ്ടാക്കി തരുമെന്ന്. പക്ഷെ ഒരിക്കലും നമുക്ക് അതുണ്ടാക്കാൻ പറ്റത്തില്ല. ഈ ദുഃഖവ്യാഴാഴ്ച മാത്രമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതത്രയും ഭയത്തോടെയും ബഹുമാനത്തോടെയും നമ്മൾ ഞാനൊരു കത്തോലിക്കയാണ്, ഞങ്ങൾ അങ്ങനെയാണ് ആചരിച്ചു വന്നത്. അതുപോലെ ഇന്നും ഈ പ്രായത്തിലും ഞാനത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കുവാണ്. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഇത് നമ്മുടെ ഇടും. പെസഹാപ്പം ഉണ്ടാക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടാൽ ഈ പ്രാവശ്യം ഉണ്ടാക്കാം. അതല്ലെങ്കിൽ വരുന്ന വർഷമാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്ക് പോകാം. അപ്പം ഇത് ഞാൻ ഇപ്പം അരച്ചതാണ്. തേങ്ങ, കൊച്ചുള്ളി, ജീരകം, ഉഴുന്ന്. ഇതിനകത്തോട്ടാണ് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ അരച്ചുകൊണ്ട് വന്നാണ്. ഇതിനകത്തോട്ട് നമ്മൾ ഈ പൊടി കുടഞ്ഞിടുന്നു. എന്നിട്ട് ഇപ്പോൾ തന്നെ നമ്മളിത് അടപ്പയിൽ വയ്ക്കും കേട്ടോ. താഴെ എടുത്തില്ല. ഇവിടെ ഞങ്ങൾ 2 പേരേ ഉള്ളു പെസഹ കഴിക്കാൻ. പക്ഷേ ഞാൻ ഇത്ര ഉണ്ടാക്കണത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഇഷ്ടമാണേ. പിന്നെ മോൻ്റെ ഫ്രണ്ട്സൊക്കെ വരുവാണെങ്കിൽ അവർക്കും കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പെസഹ ഉണ്ടാക്കുന്നത്. ചില ആളുകൾക്ക് ഈ ഉഴുന്നിട്ട് ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇവിടെ എനിക്കിഷ്ടമാണ് പണ്ട് തുടങ്ങി. അതുപോലെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇതാണ് പെസഹാപ്പത്തിൻ്റെ കൂട്ട്. 1 കിലോ അരിക്ക്, ഒന്നുകൂടി ഞാൻ പറയാം, 1 കിലോ അരിക്ക് 1 മുറി നല്ല വലിയ തേങ്ങ വേണം, ഒരു ചെറിയ സ്പൂൺ ജീരകം, ഒരു 10-15 ചോള കൊച്ചുള്ളി. ടേസ്റ്റിയാണ്. അത് എല്ലാം കൂടി അരച്ചിട്ട് പച്ചപ്പൊടി, വറുക്കാത്ത പൊടിയിൽ. ഇനി വെളിയിലൊക്കെയാണ് കഴിയണ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പച്ചപ്പൊടി കിട്ടിയില്ലെങ്കിൽ പുട്ടിന് വറുത്ത പൊടിയാണെങ്കിലും പറ്റും. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടേ.
നമ്മളിത് ആദിമകാലം മുതൽ പണ്ട് തുടങ്ങി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ, കറക്റ്റായിട്ട്. അത് മാത്രമല്ല, പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുമ്പോഴുണ്ടല്ലോ പുതിയ കലം, പുതിയ പാത്രം, അതിനൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൻ്റെ ചുറ്റോട് ചുറ്റും പ്രായമായ അമ്മമാരും ചട്ടയും മുണ്ടോ കൊടുക്കുന്ന അമ്മച്ചിമാരൊക്കെയാണല്ലോ. അപ്പം ഞാൻ അവിടെ എല്ലാം ഓടി നടന്ന് നോക്കുമായിരുന്നു ഒരുവിധം വലുതായിട്ട്. അവരൊക്കെ ഭയങ്കര ഭക്തിയോടെ ഇത് പെസക ഉണ്ടാക്കണ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതെല്ലാം കുഞ്ഞിലൊടങ്ങിയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ എന്തെന്നാണ് ഈ അമ്മാനം വായനയെന്നും പറഞ്ഞുണ്ട്, അമ്മ കന്നി മണി തൻ്റെ എന്നും പറഞ്ഞുള്ളൊരു പുത്തൻ വായനയെന്നാണ് അതിനെ പറയണത്. ഞാനിപ്പോൾ ഇവിടെ ആയിട്ട് 25-26 കൊല്ലമായി. പക്ഷേ ഇവിടെയൊന്നും അങ്ങനെ ആരും വായിച്ച് കണ്ടിട്ടില്ല കേട്ടോ. എറണാകുളത്തെല്ലാം ഈ കുരിശിൻ്റെ വഴിയും ഈ പുത്തൻ വായനയൊക്കെ എല്ലാ വീട്ടിലും നോൻപ് തുടങ്ങിയാലുണ്ടാകും കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. സന്ധ്യ നേരത്തും പാതിരാത്രിയൊക്കെ ഇരുന്ന് വായിക്കണ കാണണം. അപ്പം എനിക്ക് നന്നായിട്ട് വായിക്കാൻ അറിയാം കേട്ടോ. അത് ഞാനും വായിച്ചിട്ടുണ്ട് കുഞ്ഞിലേ മുതൽ അവരോടൊപ്പം ഇരുന്ന്. ഇപ്പം ഇവിടെ വന്നിട്ട് വായനയൊക്കെ കുറവാണ്. അപ്പോൾ പെസക ഉണ്ടാക്കുന്നതിൻ്റെ ആചരണങ്ങൾ പണ്ടത്തെ നമ്മൾ കുഞ്ഞിലെ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളുമാണ് പറയണത്. ഇന്നത്തെ തലമുറ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. ഞാനപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഒരുവിധമൊക്കെ ചെയ്യാറുണ്ട്. പെസക ഉണ്ടാക്കുമ്പോൾ എന്തായാലും വർഷത്തിലൊരിക്കലേ ഇതുണ്ടാക്കത്തുള്ളൂ. ഉണ്ടാക്കുന്നത് ഇതുപോലെ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം മാത്രമേ ഈ ഡിഷ് കഴിക്കാൻ കൊടുക്കത്തുള്ളൂ. ഇത് നമ്മൾ പള്ളിയിൽ പോയി വന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇഡ്ഡലി ചെമ്പിലേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞതോ നിങ്ങൾക്ക് ബോറടിച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ആചരണത്തിൻ്റെ ഭാഗമാണ് ഈ ഉണ്ടാക്കണം. ഞാൻ കൊഴുക്കട്ടയും ഉണ്ടാക്കിയായിരുന്നല്ലോ, കാണിച്ചായിരുന്നു. കൊഴുക്കട്ടയും അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. കൊഴുക്കട്ട ഉച്ചകഴിഞ്ഞ് ദുഃഖശനി എന്ന് പറയും, ഓശാനയ്ക്ക് ഉണ്ടാക്കുന്നതാണ് ഇത്. പക്ഷേ പെസകാപ്പ. അപ്പം ഞാൻ ഇത് ഇച്ചിരി എണ്ണ തടകിയിട്ടാണ് കേട്ടോ ഇതിനകത്തോട്ട് പെസകാപ്പം ഒഴിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഓശാനയ്ക്ക് പള്ളിയിൽ നിന്ന് കുരുത്തോല കിട്ടുമല്ലോ, ആ കുരുത്തോല ഇട്ട് ഒരു കുരിശും കൂടി ഉണ്ടാക്കുവേ. കുരിശും കൂടി വെച്ച് പെസകാപ്പം അടപ്പയിൽ വെക്കുക. അപ്പം ഈ പാത്രം ഇങ്ങനെ അടപ്പയിൽ വെക്കണതിനൊക്കെ പിന്നെ പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിലൊക്കെ. കാരണം ഇവിടെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമോ വലുതായിട്ടും ചെറുതായിട്ടും. എൻ്റെ ചെറിയ മോനുള്ളത് ഉറങ്ങുക. അപ്പച്ചന്മാരാണെങ്കിൽ അവരാണ് ഇഡ്ഡലി ചെമ്പ് ഇതിങ്ങനെ പൊക്കി കുരിശൊക്കെ ഇട്ട് വയ്ക്കുന്നത്. പഴയ ആചാരങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും ഈ പെസകാപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളെപ്പോഴും ഓർക്കും. മറ്റൊരു പലഹാരത്തിനും അല്ലെ ഒരു ഡിഷിനും ഇങ്ങനത്തെ ഒരു ആചാരം ഞാൻ കണ്ടിട്ടില്ല. ഇതുണ്ടാക്കുമ്പോൾ മാത്രം ഇങ്ങനെയാണ്. അപ്പോൾ ഈ പെസകാപ്പം ഇത് അടുപ്പത്ത് വെക്കുകയാണ്. വേകുമ്പോൾ ഞാൻ ഇറക്കും. പിന്നെ മുറിക്കത്തില്ല. വീഡിയോ ഈ പെസകാപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇവിടെ തീരും. ഇപ്പോൾ പാലും കൂടി ഞാൻ കാച്ചും, അതും കൂടി നിങ്ങളെ കാണിച്ചു തരും. മുറിക്കുന്നത് ഞങ്ങൾ പള്ളിയിൽ പോയി വന്നിട്ട് മുറിച്ച് ഞാൻ മോന് കൊടുക്കും. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി പാല് മുക്കി കൊടുക്കുന്നതാണ്. ആ വീഡിയോ എടുക്കാൻ ഇപ്പോൾ എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം പെസകാപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത്. അടുത്ത അപ്പം കൂടി വെക്കട്ടെ. വെന്ത് കഴിയുമ്പോൾ ഞാൻ ഇറക്കും. അത് കഴിഞ്ഞിട്ട് പാലും കൂടി ഉണ്ടാക്കണം. ഞാൻ നിങ്ങളെ കാണിച്ചു തരും. അപ്പവും പാലുമാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. ഇതുണ്ടല്ലോ, പെസഹയുടെ പാല് റെഡിയാക്കാനായിട്ടാണ് പോകുന്നത്. ഇത് തേങ്ങാപ്പാലാണ്. ഒരു തേങ്ങ ഞാൻ പിഴിഞ്ഞെടുത്തായിരുന്നു, അതിൻ്റെ പാലാണിത് കേട്ടോ.
ഒരു തേങ്ങ പിഴിഞ്ഞ പാലാണ്. അപ്പം തലപ്പാൽ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ശർക്കര അവസാനം ഇറക്കുമ്പോൾ ഒഴിക്കാനാണ്. പിന്നെ ഇത് ശർക്കര നീരാണ്. ഇതൊരു 350 ഗ്രാമത്തോളം ശർക്കര ഉണ്ട് കേട്ടോ. പാവ് കാച്ചാണ്. ഇതുണ്ടല്ലോ 3 സ്പൂൺ മൈദയും 3 സ്പൂൺ അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ല മൂക്കി വറുത്ത ഇടിയപ്പത്തിന് വറുത്ത അരിപ്പൊടി. പച്ചപ്പൊടി കൊണ്ടും ആളുകൾ ചെയ്യും. ഞാൻ മൂക്കി വറുത്ത അരിപ്പൊടിയും മൈദയും കൂടിയാണ് പാവ് കാച്ചുന്നത്. അപ്പോൾ ഇത് കട്ടിയില്ലാണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മൾ അടപ്പയിൽ വെച്ച് കാച്ചുന്നത്. അരി ഉണ്ടെങ്കിൽ കൈ കൊണ്ടൊക്കെ കുഴച്ച് കൂട്ടണം. ഇത് കലക്കിയിട്ട് വേണം വേറെ വലിയ പാത്രത്തിലോട്ട് ഒഴിച്ച് പാവ് കാച്ചാൻ കേട്ടോ. അപ്പോൾ ഇത് കാച്ചി കഴിയുമ്പോഴത്തേക്കും തിളച്ച് ശകലം 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇറക്കാം. തിളച്ച് കഴിഞ്ഞ് ഇറക്കാം. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തലപ്പാൽ വേണമെങ്കിൽ ഇച്ചിരി ഒഴിക്കാം. അതും തിളക്കണം, അല്ലെങ്കിൽ വളിച്ചു പോകും. ഞാൻ തിളച്ച് തലപ്പാലും ഇട്ടിട്ട് ഞാനിതിനകത്തോട്ട് ഏലക്ക പൊടിച്ചിടും. പിന്നെ ഇച്ചിരി അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി നെയ്യിൽ വറുത്തിടും. അപ്പോൾ അത് നമ്മുടെ രുചിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇച്ചിരി അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി. ഇതിപ്പോൾ നമ്മളിങ്ങനെ കാച്ചാൻ അടപ്പയിലോട്ട് വെക്കണേന് കട്ടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നന്നാകത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അപ്പം ഞാനിത് ഇതും വെക്കുവാണ്, അടപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കും. തേങ്ങാപ്പാലും ശർക്കര പാനിയും കൂടി കൂടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഏലക്കപ്പൊടി, ചുക്കും ജീരകവും ഏലക്കയൊക്കെയും ഇടാം. ഏലക്കപ്പൊടി മാത്രമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം അരിപ്പൊടി അധികം ആകരുത്. അരിപ്പൊടി ആണെങ്കിലും മൈദ ആണെങ്കിലും ഇതുപോലെ ഇപ്പോൾ അലുവ പോലെ പോവേ. നല്ല ലൂസായിട്ട് നമ്മളിത് ചെയ്താലേ കറക്റ്റ് ആവുള്ളൂ. ഇന്ന് പെസഹ വ്യാഴാഴ്ചയായിട്ട് ഇത് എടുത്തത് കൊണ്ട് ഞാൻ വീഡിയോ കുറേയൊന്നും നീട്ടുന്നില്ല. ഇത്രയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട്ട് തലപ്പാലും ഒഴിക്കും. ശകലം ഉപ്പിട്ട് കൊടുക്കും അവസാനം. എന്ത് മധുരമുള്ള സാധനം ഉണ്ടാക്കിയാലും നമ്മൾ ശകലം ഉപ്പ് അനിവാര്യമാണ്. ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് കറക്റ്റ് ആകുള്ളേ. അപ്പം ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇന്നത്തെ. കാരണം ഇതിൽ നമ്മൾ ലാസ്റ്റ് തലപ്പാൽ ഒഴിക്കും. പിന്നെന്താണ്, ഇച്ചിരി ഏലക്കാപ്പൊടിയും അണ്ടിപ്പരിപ്പും കൂടി പിന്നെ മുപ്പിച്ചിടും. ഇതിനകത്ത് നിറനെയിൽ ഇച്ചിരി അണ്ടിപ്പരിപ്പ് മുപ്പിച്ചിടും, കിസ്മിസ് മുപ്പിച്ചിടും. അപ്പോൾ ഇതിനകത്തും ഒരു കുരിശിട്ടിട്ടാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പം ഇതിനകത്തോട്ടും ഒരു കുരിശ് ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിത് വയ്ക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. അടപ്പയിലോട്ട് വെക്കുവാണ്. കൈ എടുത്താൽ ഇത് അടി കട്ടയാകും. കൈ എടുക്കാതെ ഇളക്കി തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ തലപ്പാൽ ഒഴിക്കുന്നത്. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇറക്കി വെച്ചിട്ട് കിസ്മസും കശുവണ്ടിപ്പരിപ്പും നമുക്കിനകത്തോട്ട് നെയ്യിൽ വറുത്തിടാം. ഇച്ചിരി ഏലക്കാപ്പൊടി ഇട്ടാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത് പെസഹയും കൂടി ആണ് നമ്മൾ കഴിക്കുന്നത് വൈകിട്ട് വന്നിട്ട്. ഞാനപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി അല്ലാണ്ടും രാവിലെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് നമ്മൾ പള്ളിയിൽ പോയി വന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പം ദുഃഖവേളത്തിൻ്റെ വിശേഷങ്ങൾ ഇതാണ്. പിന്നെ ഉണ്ട് കുറച്ച് വിശേഷങ്ങൾ. കാരണം ഈ ദുഃഖവേഴാഴ്ച ഞങ്ങൾ കുമ്പളങ്ങച്ചാറ് ഉണ്ടാക്കും. പിന്നെ കുറച്ച് പരിപ്പ്, അധികം വെള്ളമില്ലാണ്ട് കട്ടപ്പരിപ്പ്, ഒരു പപ്പടം, മാങ്ങാച്ചാറ്, ഇതൊക്കെ കൂട്ടിയാണ് നമ്മൾ ദുഃഖവേഴാഴ്ച ദുഃഖവെള്ളി ഒരു നേരമാണല്ലോ, പള്ളിയിലായിരിക്കുമല്ലോ മിക്കപ്പോഴും. എന്നാലും ഫുഡൊക്കെ കഴിക്കുന്നത്, മീനും ഇറച്ചിയൊക്കെ നമ്മുടെ വീട്ടിൽ കയറ്റത്തില്ല. അത് എത്ര മീൻ കഴിക്കുന്ന ആളുകളാണെങ്കിലും അപ്പച്ചന്മാരൊക്കെ അന്നത്തെ ഈ ദുഃഖവേഴവും ദുഃഖവെള്ളിയൊക്കെ നമ്മളങ്ങനെ നോക്കും കേട്ടോ. അപ്പോൾ കുമ്പളങ്ങാച്ചാറ് മരിക്കുമ്പോൾ മരണാന്തര ചടങ്ങിൻ്റെ അന്ന് വൈകിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവവും കുമ്പളങ്ങാച്ചാറും കൂട്ടി മരണ വീട്ടിൽ ചോറ് കൊടുത്ത് കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ദുഃഖവേഴാഴ്ച. കുമ്പളങ്ങച്ചാറ് മസ്റ്റാണ് കേട്ടോ ഞങ്ങളുടെ എറണാകുളത്തൊക്കെ. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനും ഇച്ചിരി പരിപ്പ് കറിയും കുമ്പളങ്ങച്ചാറും പപ്പടവും കടുവാങ്ങയൊക്കെ ഞാൻ മാവുമേന്ന് പറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസിച്ചിരിക്കുന്നു ഞാൻ.
നിങ്ങൾക്കൊക്കെ എൻ്റെ രീതിയിലുള്ള പെസഹയും പാലുമാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയതും പറഞ്ഞതും. പിന്നെ ചില വേറെ രീതിയിലും ഉണ്ടാക്കുന്നുണ്ട്. ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും ആർക്കെങ്കിലും പെസഹ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടായിട്ടും ഉണ്ടാക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇത് നോക്കി ചെയ്യണം. ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പല അനുഗ്രഹങ്ങളുണ്ടാകും. 50 നോൻപ് നന്നായിട്ട് ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം അല്ലെങ്കിൽ നല്ലൊരു ഈസ്റ്റർ ആശംസിച്ചുകൊണ്ട് ബൈ.